കാണുമ്പോ തോന്നും അത് ഞങ്ങളുടെ മേലെയാണ്. അപ്പൊ മൊത്തം അടിച്ചുകൂട്ടി ഇനി അടുത്ത് ഹായ് ഗൈസ് അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 2 ആഴ്ച 1 മാസം അങ്ങനെ ഗ്യാപ്പിലൊക്കെ ഓരോ വീഡിയോസ് വന്ന് ഇട്ടിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ വ്യൂവേഴ്സിന് തോന്നും ഒരുമാതിരി ഒരു ബോറടിക്കലായിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാവും. പക്ഷെ ഓരോ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ കണ്ടിന്യൂ ഇടാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു രാത്രി വ്ളോഗില്ലോ മലയാളത്തിൽ രാത്രി വ്ളോഗും കൊടുത്തു. അപ്പൊ രാത്രി വ്ളോഗ് അതായത് ഗൈസ് രാത്രിയാണ് ഞങ്ങളുടെ ഈ കുക്കിംഗ് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. രാത്രിയാണല്ലോ കൂടുതൽ സമയം കിട്ടണം. അതെ, അപ്പോ ചിങ്കുവിന്റെ അവസ്ഥകൾ അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്തുകൊണ്ടാണെന്ന്. അപ്പൊ രാത്രി ആയതുകൊണ്ട് ഞങ്ങളിപ്പോ ഫുഡും കാര്യങ്ങളൊക്കെ രാത്രിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കലാണ് പതിവിലും. അവൻ ചിങ്കുവിന്റെ ഇങ്ങനെയുള്ള രീതികൾ ശരിയാവണം വേണ്ടി ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നടക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിലും കൊറേ എന്താ പറയാ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവൻ കാണുമ്പോ തോന്നും അത് ഞങ്ങളുടെ മേലെയാണ് എന്നുള്ളത്, കുട്ടികളെ ശീലിപ്പിക്കണ പോലെയാണെന്നുള്ളത്. പക്ഷെ ഞങ്ങൾ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിയാണ്, എന്തൊക്കെ ചെയ്തിട്ടും അത് മാറുന്നില്ല. ഇവിടെ ഒരാളില്ലേ വീഡിയോ എടുക്ക ഇത്ര നേരം സമ്മതിക്കാതെ കുറച്ച് കാശില് കണ്ട തുടങ്ങി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാ ഫുള്ളായിട്ട് പ്രസ് ചെയ്യാൻ വിടുമ്പോ ഓഫ് ആവാൻ. അതെ നോക്കട്ടെ, ഫുള്ളായിട്ട് പ്രസ് ആവാൻ. എന്ത് വേണം എന്താണ് കാണിച്ചത്? വേണ്ട വേണ്ട ഞോ ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കില്ല. സത്യം ചെയ്യണ്ട പറഞ്ഞതിന് ചെയ്യുള്ളൂ. വേണ്ട പറഞ്ഞ ആ സംഭവം കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. അപ്പൊ അവേ എന്തിന്ന് ഫുഡ് വെക്കാൻ പോണ്? സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല, കുമ്പളങ്ങ കറി വെക്കാന്ന് വിചാരിക്കുന്നു. കുമ്പളങ്ങ കറി അല്ലേ? അപ്പൊ ഗൈസ് അതായത് കുമ്പളങ്ങ കറി എന്തുകൊണ്ടാ വെക്കണത് അല്ല അത് എന്തുകൊണ്ടാ വെക്കണതല്ല, അതായത് ചിങ്കുടൂനും കൂടെ യൂസ് പോലെയാണ് ഞങ്ങളിപ്പോ ഫുഡ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യണം അല്ലേ. അവൾക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ പിന്നെ അവൾക്ക് വേറെ ഞങ്ങൾക്ക് വേറെ ഉണ്ടാക്കുമ്പോഴേക്കും ടൈം അഡ്ജസ്റ്റ് ആവില്ല. അപ്പൊ അതിനുള്ള പരിപ്പല്ലോ, അത് പരിപ്പും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടല്ലേ. കറി കണ്ടതൊന്നും പറയണ്ട. അതെ അല്ല, അപ്പൊ അതിനു വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഇവിടെ ഗൈസ് അപ്പൊ വാവച്ചി ഇവിടെ കുമ്പളങ്ങ കറി വെച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ കണ്ട ഞങ്ങള് പുറത്ത് പോയ സമയത്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളല്ലോ ആൾക്ക് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ ഇനിയിപ്പോ വാവച്ചില്ലേ വാവച്ചി ഇനിയിപ്പോ ഈ കറി വെച്ച് കഴിയുമ്പോൾ ഈ അടുക്കള എങ്ങനെയായിരിക്കില്ല. ഞാൻ ബേബി എങ്ങനെ ചോദിച്ചു ഓർഡർ ചെയ്യുന്ന സമയത്ത് എല്ലാം അപ്പൊ ക്ലിയർ ചെയ്ത് വിടും. പക്ഷെ ഞാൻ അതായത് ലാസ്റ്റ് ആണ് ക്ലിയർ ചെയ്യുള്ളൂ. ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യാനാണ് സമയം കൊണ്ട്. അതായത് നമ്മള് കൂടെ തന്നെ ഇരിക്കണം. കണ്ടാ ആവേന്ന് എന്ത് കാട്ടി എന്ത് കാണിച്ച് കള്ളിയാണ് ഗൈസ്, ഭയങ്കര കള്ളിയാണ്. ഞാൻ ചോദിച്ചതിന്റെ അമ്മ കാട്ടി പറയും, ഭാവിച്ച് ചോദിച്ചതിന്റെ താട കാട്ടി പറയും. ആര് കാട്ടി? അവിടെ എന്തോ ഫോക്കസ് ചെയ്തിരിക്കണ്ട. ഇപ്പില്ലേ നമ്മള് സംസാരിക്കുന്നതിന്റെ ഒപ്പം തന്നെ ആളെ നീലൊക്കെ വീടുകളൊക്കെ ക്യാച്ച് ചെയ്യല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പത് ഈ കുമ്പളങ്ങ കട്ട് ചെയ്തില്ല, അപ്പൊ അതിന്റെ വേസ്റ്റുകളൊക്കെ കിടക്കണ്ട. ഇത് വാവിച്ച് അപ്പൊ ക്ലിയർ ചെയ്യില്ല, എന്നിട്ട് ലാസ്റ്റ് ഇവിടെ അത് കുന്നുകൂടി കിടക്കും. നമ്മൾ അപ്പൊ ക്ലിയർ ചെയ്തതിന് അവിടെ വൃത്തിയായിരിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വാവിച്ചെടുത്ത് പറഞ്ഞു വാവിച്ച് ബോട്ടിലാക്കി വെക്കാൻ പറഞ്ഞപ്പോ വേണ്ട വെറുതെ ഞാൻ ബോട്ടിൽ മേടിച്ചെടുത്താവണമെന്ന് പറഞ്ഞിട്ട് വാവിച്ച് പറഞ്ഞപ്പോ തന്നെ അത് അങ്ങനെ പാക്കറ്റ് ആയിട്ട് അങ്ങനെ വെച്ചിരിക്കും. പക്ഷെ അതൊരു വൃത്തികേടാണ്. അത് മാത്രമല്ല, അതായത് ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കും. ചിലപ്പോ ആ സമയത്ത് ചിലപ്പോ കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ചിലപ്പോ കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള സാധനമാണിത്. അതായത് വേസ്റ്റ് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ അപ്പൊ അതൊക്കെ മാറ്റാനുണ്ട്. ഇവിടെ തണ്ണിമത്തനെ കടിച്ച് റേപ്പ് ചെയ്യണ ഒരാൾ ഇവിടെ. അതായത് ഇവളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എന്ത് കിട്ടിയാലും തെരഞ്ഞു നടക്കും, എങ്ങനെ തെരഞ്ഞു നടക്കും. അപ്പൊ എന്ത് കിട്ടിയാലും പെട്ടെന്ന് എടുത്തെടുത്ത് വായിലിടൂല. അവിടെ ശ്രദ്ധ എവിടേക്കും തിരിയാൻ പറ്റില്ല. അതുപോലെ
നമ്മൾ എവിടേക്കും പോണ്ടോന്ന് നോക്കും ആദ്യം. എന്നിട്ട് ആ ഗ്യാപ്പിൽ വേഗം പോയി എടുത്ത് വായിലിടും. അതായത് പ്ലാനിങ് ആണ്. ഇപ്പൊ എന്തെങ്കിലും സാധനം എടുത്ത് കൈ പിടിക്കും, പക്ഷെ നമ്മളുള്ള സമയത്ത് വായിലിടില്ല. എന്തെങ്കിലും നമ്മുടെ മൈൻഡ് മാറിയാ അടുത്ത് വായിലിടുക. പക്ഷെ ഈ കുട്ടികളെക്കാളും മൈൻഡ് ആർക്കും ഉണ്ടാവില്ല. അവർക്കാണ് ബെസ്റ്റ് മൈൻഡ്. എല്ലാം പെട്ടെന്ന് ക്ലിക്ക് ആവണം മൈൻഡാണ്. എന്ത് നമ്മൾ പറഞ്ഞാലും അതെ, എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഒപ്പത്തിനൊപ്പം സംസാരിക്കുക. അതായത് കറക്റ്റ് വേർഡായിട്ട് കിട്ടില്ലെങ്കിൽ നമുക്കത് മനസ്സിലാവല്ലോ. അവൻ എന്ത് അതായത് വെള്ളത്തിനും മഞ്ഞ ചില സമയത്ത് ചോദിക്കുന്ന എന്തിനാ വെച്ചാൽ വെറുതെ കളിക്കാനായിട്ടാ. മാക്സിമം അവള് എല്ലാ കാര്യങ്ങളും പറയൂല്ലേ. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ നമ്മള് പറയണ മാക്സിമം അവള് പറയാൻ നോക്കും. എന്തായാലും ഏകദേശം എല്ലാം കിട്ടൂല്ലോ. ഏകദേശം എല്ലാം പറയുന്നുണ്ട്. ചിങ്ങടു അതാ ചങ്ങട് മീനടാ. അതാ കുട്ടിക്ക് ആപ്പിള് തരാനാണ്. എന്താണത്? അമ്മ ആപ്പിള് എടുത്തതാണ്. തണ്ണിയൊക്കെ പിന്നെ കഴിക്കാം. അത് നോക്ക് ആപ്പിള്. എന്താണത്? ആപ്പിൾ. ആ തരടി. കുരുത്തക്കേട്. ആര് വിളിച്ചിട്ട് പറ. കുമ്പളങ്ങ അവിടെ ഫുള്ള് നല്ല ക്ലീൻ ആണ്. വെച്ചത് എടുത്തോ, ഒരു കുഴപ്പമില്ല, എടുത്തോ. ഫുള്ള് ക്ലീൻ ആണ് ഗൈസ്. ധാരാണ് വീഴ്ത്തിടാൻ പറഞ്ഞേ. ഓ തെല്ല നിനക്ക്. അത് വെറുതെ ചിങ്ങടൂനെ ഇളക്കണ്ടാ. 2 മണിയാക്കി വിട്ടില്ലേ? തെല്ല ഓവർ അടവൊന്നും എന്റെ അടുത്ത് കാണിക്കണ്ട. ആര് കാട്ടി? ആപ്പിള് കട്ട് ചെയ്യട്ടെ ഗൈസ്. അടിപൊളി. ശരി പോട്ടെ, അമ്മയാണ് ഞാനല്ലേ. ശരി അപ്പൊ തണ്ണിമത്തന്നെ എടുത്തു കേട്ടാ ചിങ്ങടൂന്. ആഴ്ചയോടെ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ചിങ്ങടു അവിടെ ഇരിക്കേ. ഉണ്ടായിരുന്നു തണ്ണിമത്തൻ തരാം കേട്ടാ. എന്നാ കഴിച്ചോ. ചിങ്ങടൂൻ്റെ ഇല്ലേ വലിയ പീസൊന്നും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മീഡിയം പീസാക്കിയിട്ട് കൊടുക്കണം. കാരണം ആളത് ചവയ്ക്കാതെ അങ്ങനെ ഫുള്ളായിട്ട് മെഴുങ്ങും. അപ്പോൾ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തുണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത് ഗൈസ്. എന്തത് എന്താ വയൽ കൊടുത്താൽ കഴിക്കില്ല. വയൽ മേടിച്ചിട്ട് സ്വയം കഴിക്കണം. ഇതുവരെ ഇല്ല അവര് ആദ്യമായിട്ടാ തണ്ണിമത്തം കഴിച്ചിട്ടില്ലേ. പെട്ടെന്ന് ആളുടെ തൊണ്ടയിലൊരു അടച്ച പോലെയായി. എന്താണെന്നറിയില്ല, ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടാ. ഫസ്റ്റ് ടൈമാണ്. ഇന്ന് കുരുവൊന്നും ഇല്ലാണ്ട് തന്നെ അങ്ങനത്തെ ഫ്രഷ് ആയിട്ടുള്ള കൊടുക്കണം ഗൈസ്. അപ്പോൾ ഞാനും ചിങ്ങടോട് കുറച്ച് നേരം കളിക്കായിരുന്നു കേട്ടോ. അതായത് ചിങ്ങടിന് കുറച്ച് തണ്ണിമത്തനെ കൊടുത്തിട്ട് കളിക്കായിരുന്നു ഇത്ര നേരം. അപ്പോൾ വാവച്ചിൻ്റെ എന്തായി നോക്കാട്ടാ. ചിങ്ങടൂനാണെന്നുണ്ടെങ്കിൽ ഇന്ന് തീരെ മൂടില്ല ഗൈസ്. വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എടുത്ത ദിവസം അങ്ങനെയാണ്. വാവേ എന്തായോ കറി? ഞാൻ അവിടെ നിന്നിട്ട് വരുമ്പോഴും വാവിച്ച് 1000 പ്രാവശ്യം നക്കി നോക്കുന്നുണ്ടു. വാവിച്ചിക്ക് ഈ കറി വെക്കുന്നതിൽ എപ്പോഴും ഉള്ള ഒരു ഡൗട്ടാണ് ഈ ഉപ്പുണ്ടാ. അതൊരു കൊറേ പ്രാവശ്യം ഇത് നോക്കിക്കൊണ്ടേ ഇരിക്കും വാവിച്ചി. നമ്മൾ ഈ മധുരമുള്ള സംഭവങ്ങൾ കഴിക്കുമ്പോ ഇത് അത് ഇന്ന് എന്നിട്ട് ലാസ്റ്റ് നോക്കുന്ന സമയത്ത് കഴിക്കുന്ന സമയത്ത് ഉപ്പും ഉണ്ടാവില്ല. എത്ര പ്രാവശ്യം നോക്കിയിട്ട് അത് തിന്നാ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കറി ടേസ്റ്റ് നോക്കാൻ തന്നതാണ്. പോട്ടെ ശരി. ചൂടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കുന്നു. 1000 പ്രാവശ്യം നോക്കിയതില്ല. അപ്പൊ അതിന് അല്ല അത് ബാക്കിയെല്ലാം കറക്റ്റ് ആയിരിക്കും. ഉപ്പ് മാത്രം ചെറിയൊരു ഇതാണ് വാവിച്ചിക്ക് എപ്പോഴാ. പിന്നെന്ത് ഉപ്പും കറക്റ്റ് ആയിരിക്കും. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പറയാണെന്ന് വിചാരിക്കരുത്, സത്യമായിട്ട് പറഞ്ഞാണ്. തേങ്ങ ഇട്ടിട്ട് അധികം കറി വെക്കില്ല. കാരണം ഫുഡ് കഴിക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടാവും. എന്നാലും ചില സമയത്തൊക്കെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇല്ലേ ചില സമയത്ത് വെക്കാറുണ്ട്. പിന്നെ കൂടുതൽ ഈ മുളക് ചാറ് പോലെ അങ്ങനല്ലേ.
അതുപോലെ ബേബിക്ക് കൂടുതൽ അതാ ഇഷ്ടം. അതായത് വീട്ടിലൊക്കെ ചിലപ്പോ അങ്ങനെ ചെയ്യാ തോന്നുന്നു കൂടുതലും അല്ലേ? അങ്ങനെയൊന്നല്ല, എനിക്ക് പൊതുവെ തേങ്ങ വെച്ചിരുന്നത് വലിയ താല്പര്യമില്ല. മുളക് കറി കഴിക്കാൻ ഒരു ചൊടി കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനെയല്ല കേട്ടോ ഗൈസ്. എന്റെ വീട്ടില് തേങ്ങ വെച്ചത് മാത്രമേ വെക്കുള്ളൂ. തേങ്ങ വെച്ചത് മാത്രമേ ഉള്ളൂ. അമ്മൂമ്മ മറ്റേ മീൻ കറി വെച്ചിരുന്നു ഗൈസ്. ഞാൻ അമ്മൂമ്മേൻ്റെ അടുത്ത് ചില സമയത്ത് പറഞ്ഞിട്ട് വെപ്പിക്കാറുണ്ട്. അത് പെട്ടയാണ് മുളക് കറിയിലെ അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് കഴിയുന്ന വരെ കുടിച്ച് കഴിക്കും ഞാനത്. ഇനിയിപ്പോൾ ഇവിടെ കണ്ട മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, വാവിച്ച് കറി വെച്ച് കഴിഞ്ഞിട്ടും ഇവിടെ കിടക്കുന്ന കോലം കണ്ടില്ല, അത് ഇനിയും വാവിച്ച് മാറ്റില്ല. അതെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ മൊത്തം ഇനി പാത്രങ്ങൾ അത് രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴുകാണ്ട് വേഗം പുറത്തു പോയി. അപ്പൊ അത് കാരണം ഈ ഒരു ടൈമിൽ ഞങ്ങള് രാത്രിയൊക്കെ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അങ്ങനെ എണിക്കണ പോലെ അതെ. അപ്പൊ ഇനി അതാവുമ്പോ നല്ല ഫ്രഷ് ആയിട്ട് അപ്പൊ ഇനി എന്താണ് വാവിച്ച് അത് ക്ലീൻ ചെയ്തോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി നോക്കാം. വാവിച്ച് ഫുള്ള് പക്ക ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോ കണ്ടില്ലേ, ഇനി ഇതാണ് പണി. ഓവറാവുന്നതൊക്കെ ഞാൻ ചെയ്യും. അപ്പൊ മൊത്തം അടിച്ചു കൂട്ടി. ഇനി അടുത്ത് ഇതെന്താ ഈ പൊട്ട കാണിക്കുന്നത്? ഇനി വാരണന്ന് നോക്കട്ടാ. സാധാരണ വായിച്ച എന്താ ചോദിച്ചാല് ചിങ്ങുണിന്റെ പുതിയ കരച്ചില്ലാട്ടാ. വായിച്ചിന്റെ സാധാരണ വായിച്ച് അടിച്ചിട്ട് വാരണത് എൻ്റെ അടുത്ത് വരാൻ പറയും. വായിച്ചിക്ക് അത് കിട്ടില്ല. പ്രാവശ്യം വായിച്ചു വാരി ഗൈസ് സക്സസ്. ഇത് എപ്പോഴും വിചാരിക്കും അപ്പുള്ളത് കഴുകി വെക്കാന്ന്, പക്ഷെ നടക്കില്ല. ചില സമയത്തില്ലേ രാത്രി ഒന്നും കഴുകാൻ പറ്റില്ല. അപ്പൊ രാവിലെ എണീക്കുന്ന സമയത്ത് മൊത്തം ഇവിടെ നിറഞ്ഞു കിടക്കില്ലോ. ചിക്കൻ വെക്കാണ്. അതെ, ചിക്കൻ ലിസിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മതി. ചില സമയത്ത് ഇതിൽ ക്യാരറ്റും കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കും. അതിപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ അവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലേ. പിന്നെ വേറെ സംഭവം കൂടി ഉണ്ട്. അപ്പൊ പറയണേ പറഞ്ഞു എന്താണ് നമ്മളെ പൂച്ചാലി. അതായത് വാവച്ചിന്റെ പ്രഗ്നൻസി ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാം പൂച്ച പ്രസവിച്ചതിൽ സെയിം തന്നെ റൂബി പിന്നെയും പ്രസവിച്ചു. ഒരു 3-4 ദിവസം ആയിട്ടുള്ളൂ. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഞങ്ങള് പോലും അറിഞ്ഞില്ല. പിന്നെ ചെറിയ കുട്ടിന്റെ സൗണ്ട് പറയുമ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചില്ലേ. സത്യം, അത് അവിടെ ഒരാൾക്ക് ഈ അറിയുന്നു. 5 കുട്ടി ഉണ്ടായിരുന്നു. ഒരു കുട്ടീനെ അതിന്റെ കൂടെ വേറെ പൂച്ച ഉണ്ടായിരുന്നതിൽ കടിച്ചിട്ട് ഒരു കുട്ടി കണ്ടില്ലേ അത്. ഒരു കുട്ടി ചത്തുപോയി, ബാക്കി 4 ഉണ്ട്. അപ്പൊ അതവിടെ വെച്ചിരുന്നു. വാച്ചിന്റെ ചിങ്കുടു അവിടെ ഉണ്ട്. ചിങ്കുടിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, പണി തരും ചിങ്കുടു ഗൈസ്. അപ്പൊ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു കേട്ടാ. വാച്ചിന്ന് നല്ല സ്പീഡാണ് അല്ലേ. സമയം ഗൈസ് 1 മണിയായിട്ടാ. അപ്പൊ ഇനി ചിങ്കുടു ഇപ്പോഴൊന്നും ഉറങ്ങില്ല ഗൈസ്. എന്തായാലും ചിങ്കുടു ഇനി ഉറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ സമയമാകും ഗൈസ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോക്കും ഓരോരോ ഇതാണ്. എങ്ങനെയാണെങ്കിൽ നേരത്തെ ഉറങ്ങിയിട്ട് ശീലമില്ല ആൾക്കില്ല. അറിയില്ല. ശരിയായ ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ശരിയാക്കാനുള്ള ഒരു ഇത് പറ്റും. പിന്നെ നമുക്ക് ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് എല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരീരപരമായിട്ട്. എന്താ പറയാ, ഇവിടെ ഇരുന്ന് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തില്ല. അപ്പൊ പിന്നെ ചിങ്കുടുവിനെ അധികം മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ചിങ്കുടുവിനെ കുറച്ച് കളിപ്പിക്കില്ലേ. അതെ, കളിപ്പിക്കണം. ചിങ്കുടൂടെ അലമ്പായി എന്താ നോക്കുക. ആ ഫോൺ മേടിക്കാൻ വേണ്ടിട്ട് ഇവിടെ എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലേ. നല്ല വികൃതിയാണ് ഇപ്പോ സത്യം. എവിടെ നിർത്തി അവിടെ എന്താ ഉള്ളത് അതിന് വലിച്ചിട്ട്, അതാണ് മെയിൻ പരിപാടി ആളുടെ. ഫൈനലി ക്ലീനായി. ഇനി ചിക്കനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കരിയേണ്ടതാണ്. വാവച്ചി വേഗം വന്ന് ഓഫ് ചെയ്തല്ലോ അവ. അപ്പൊ ഇനി എന്താണ് വാവച്ചി ചിക്കനും കളിപ്പിച്ചിട്ടിരിക്കും. ഞാൻ ഫുഡ് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇനി ഞങ്ങൾ നെക്സ്റ്റ് പരിപാടി പോയി. വാവച്ചിരി കളി ചിങ്ങടൂരാണ് കേസ് പേടി. അത് പറന്നു പോയി അവൻ.
ഗൈസ് ചിങ്ങുവിന് കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വായിച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തല്ലോ. അപ്പൊ ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ സ്ഥിരം ഒരു പരിപാടി ഉണ്ടല്ലോ, ചായ കുടിക്കാൻ പോവാ. ഇപ്പൊ സമയം 2 മണി കഴിഞ്ഞു കേട്ടാ, 2:30 എന്തോ ആയി. അതായത് ഇവിടെ എപ്പോഴെങ്കിലും ചായ കുടിക്കാൻ പോണ സമയത്ത് റിട്ടേൺ വരുന്ന സമയത്ത് ഉറങ്ങും. എല്ലാ ടൈമിലൊന്നും ഇല്ല, ചില ടൈമില്. അതെ, കൂടുതൽ ഉറങ്ങാറാണ്, ചില സമയത്ത് മാത്രം ഉറങ്ങാറില്ല. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെയാണ് ഉറങ്ങാറുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ വാവച്ചിക്ക് പ്രത്യേകിച്ച് എപ്പോഴും ഉറക്കം നോക്കിയിട്ടായിരിക്കും. എനിക്ക് കുറച്ച് മൈൻഡ് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് ചിങ്ങുടിന് അതുപോലെ എന്റെ സെയിം. അതായത് എനിക്ക് ചായ കുടിക്കാൻ വലിയ താല്പര്യമില്ല, പിന്നെ വാവച്ചിക്ക് വേണമെന്നുള്ള ഇതിൽ ഞങ്ങൾ അങ്ങനെ പോണു ഗൈസ്. അപ്പൊ എന്തായാലും പോയിട്ട് വരാം. അല്ല, പിന്നെ ഉറക്കത്തിന്റെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് വാവച്ചിക്ക് ഒന്ന് കുടിച്ചതിൻ്റെ ഒരു സമാധാനം, അതുകൊണ്ട് മാത്രം പോകണമെന്ന് മാത്രം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ചിങ്ങുടും ഉറങ്ങും, അല്ലാതെ ഇവിടെ ഇരുന്നാൽ പിന്നെ ഒരുപാട് ലേറ്റ് ആവും. അപ്പം അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാ ഇറങ്ങാം. എന്തായാലും ഈ ഒരു ടൈം ആയതുകൊണ്ട് എന്തായാലും കാറിലാണ് പോണതിലും അവ ബൈക്കിൽ എന്തായാലും ഈ സമയത്ത് പോകാൻ പറ്റില്ല. എല്ലാവർക്കും അറിയില്ലേ, ഈ തെരുവ് നായ്ക്കളെ പറയുമ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പൊ നമ്മൾ ബൈക്കിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ മുടുക്കും. അതെ, അതൊരു റീസണാണ്. അതുപോലെ തന്നെ തണുപ്പ് ഒരു റീസണാണ് അല്ലേ അവ. അപ്പോ കാറിലാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, നല്ല തണുപ്പ്. അതെ. അപ്പൊ ഗൈസ് എന്തായാലും നമുക്ക് ചായ കുടിക്കാൻ പോവാം. ഗൈസ് അപ്പോ ഞങ്ങളിവിടെ ചായ കുടിക്കാൻ കടയിലെത്തിയില്ലോ. സ്ഥിരം ഇവിടെ തന്നെ വരും, വീട്ടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടാ. ചെറിയ മെയിൻ റോഡിലെത്തിയ അല്ലേ. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ടൗണിലോട്ട് പോകും. അത് കുറെ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അത് വെറുതെ ഇങ്ങനെ കുറച്ചൊന്ന് മാറ്റി പിടിക്കാന്നുകൊണ്ട് അങ്ങനെ പോയതാണ്. പക്ഷെ സ്ഥിരം ഇവിടെ തന്നെയാണ്. ഇവിടെ ഒന്നൊരു ചായ കുടിക്കും, പിന്നെ അങ്ങനെ പോവാം. അപ്പൊ എന്തായാലും ഇതാ ചിങ്ങുടു പാടാ എന്താ പോവാ. അപ്പൊ വീണ്ട മെല്ലെ ചിങ്ങുൻ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉള്ള കഴിച്ചോട്ടെ. എന്താ സംഭവിച്ചാല് ചൂട് കൂടുതലാണ് ആൾക്ക്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ ഇവിടുന്ന് അങ്ങനെ ഉറങ്ങി പറഞ്ഞ നേരെ പോയി കിടത്തേണ്ട ആവശ്യം. ഡ്രസ്സൊക്കെ കഴിച്ചു പറഞ്ഞാൽ പിന്നെ തെളിയും. അതാണ്. അപ്പൊ എന്തായാലും ഡ്രസ്സും ഞാനെല്ലാം കഴിച്ചു കൊടുത്തു, ഫേമസ് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ചായ പറഞ്ഞിട്ട് വരാം. ചായ പറയേണ്ട ആവശ്യമില്ല, ഒരു കണ്ടെയ്നർ അറിയാം. അത് സ്ഥിരമായതുകൊണ്ട് വേഗം എടുത്തിട്ട് വരും. നോക്ക് ഗൈസ്. അപ്പൊ അവിടെയാണ് ഞങ്ങൾ എന്നും ചായ കുടിക്കാൻ വരിക ഗൈസ്. അപ്പൊ ഒരാളൊരു സാധനം കൊണ്ട് വരുന്നുണ്ട്. എന്താടാ അത്? പതിവാണ് ഇവിടെ വന്ന മുട്ടായി. ഡെയിലി മുട്ടായി കൊടുക്കും. കുട്ടി കഴിക്കാൻ കൊടുക്കുന്നില്ല, ഞാൻ കഴിക്കും. എല്ലാവരും ശരിയാണ്, അവരതിന്റെ സന്തോഷത്തിന് വേണ്ടി. അതെ, അത്രേ ഉള്ളൂ. മുട്ടായി ആന്നില്ലേ, വാ പോവാ. മുട്ടായി ആന്നില്ലേ, വാ പോവാ. ഇല്ലേ നോന്നല്ല, വാ നമുക്ക് പോവാ. തണുത്ത് കൈ തണുക്കണ്ടോ നിങ്ങളുടെ? പിന്നെ മൂപ്പര് എപ്പോഴും ചിങ്ങടൂന് മുട്ടായി കൊടുക്കും. മൂപ്പര് മാത്രല്ല കേട്ടോ, ഒരു പയ്യനും കൂടി ഉണ്ട്. ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ചിലപ്പോ 2 ദിവസമൊക്കെ കാണാതിരുന്നു വെച്ചാ കൊറേ ദിവസം ഒരു ബായി ഉണ്ട് കേട്ടാ. അവനായിരുന്നു ഫസ്റ്റ്. അതായത് വരുന്ന സമയത്ത് അവൻ ചിങ്കുടൂന് വേണ്ടിയിട്ട്, ഞങ്ങൾ സ്ഥിരം വരുമോ എന്താണെന്ന് അവന് ഐഡിയ ഇല്ല. പക്ഷെ ചിങ്കുടൂന് വേണ്ടിയിട്ട് അവൻ ഈ 5 സ്റ്റാർ അതുപോലെ തന്നെ ഡയറി മിൽക്ക് പോലുള്ള കുറച്ച് വലിയ വലിയ മുട്ടായികൾ മേടിച്ചു വെക്കും സ്ഥിരം. അത് തിന്നണത് ബേബിയോ കുട്ടി കൊടുക്കാറില്ല, പക്ഷെ അവൻ സ്ഥിരം അത് ചിങ്കുടൂന് മേടിച്ചു കൊടുക്കും. ഒരിക്കൽ കുറേ ആയിട്ട് അവൻ വരുന്നില്ല കേട്ടാ. രാവിലെയാണ് അവർക്ക് ഡ്യൂട്ടി. ഇതൊരിക്കൽ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് കണ്ടപ്പോൾ അവിടുന്ന് മേടിച്ചു കൊടുത്തു. ഇതെന്താ ചായ പേ വാവച്ചിക്ക് വേണ്ടിയിട്ടാണ് കേസ് മെയിനായിട്ട് വരുന്നത്. പ്രഗ്നൻസിക്ക് ശേഷമാണ് കൂടുതൽ ചായ യൂസ് ആക്കാൻ തുടങ്ങിയത്. അതെ, കാരണം ഉറക്കൂല. അപ്പൊ എനിക്ക് പുറത്തു പോകണം, ഡെയിലി എനിക്ക് പുറത്തു പോലും സമാധാനം ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ സ്നേഹിക്കുമ്പോഴേ അങ്ങനെയായിരുന്നു. വീട്ടിൽ ഒതുങ്ങിയിരിക്കാൻ വാച്ചിനെ കൊണ്ട് പറ്റില്ല, എനിക്ക് പറ്റില്ല, ഉള്ളത് പറയാം. ഗൈസ് ഞങ്ങളത് ചായ കുടിച്ചിട്ട് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ ചിങ്ങട് ഉറങ്ങിയിട്ടാ. അപ്പോൾ വാവിച്ച് അങ്ങനെ ചിങ്ങുവിനെ എടുത്തിട്ട് നേരെ കൊണ്ട് കിടത്താൻ പോവാണ്. അതായത് ചിങ്ങുടു ശരിക്കും ഉറങ്ങേണ്ട ആൾ ഉറങ്ങിയില്ല. എന്നിട്ട് ലാസ്റ്റ് വീടെത്തിയിട്ടാണ് ഉറങ്ങിയത് കേട്ടോ. വീടെത്തിയിട്ട് അങ്ങനെ കണ്ണടച്ച് വണ്ടി 2 മിനിറ്റ് നിർത്തി അങ്ങനെ ഉറങ്ങി. വായിച്ചുകൊണ്ട് കിടത്താൻ വേണ്ടി പോയിട്ടാ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം വന്നുകൊണ്ട് ഒരുപാട് ഞങ്ങൾ റൗണ്ട് അടിച്ചില്ല, വേഗം വന്നു. കാരണം നമ്മൾ വണ്ടിയിൽ ഓടിക്കുന്നതുകൊണ്ട് ഉറക്കം ഒരു സീനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം വന്നു. അപ്പോൾ വായിച്ചുകൊണ്ട് കിടത്തിയിട്ടുണ്ടാവും. അപ്പം എന്നാലും നമുക്കും പോവാം ഗൈസ്.
ഗൈസ് ഇതാ ഒരാൾ കിടത്തിയിട്ട് വന്നോട്ടാ. ഇപ്പൊ സമയം എത്രയെന്ന് അറിയോ ഗൈസ്? വെച്ച് ഇതിൽ കാണിച്ചോട്, ലൈവായിട്ട് കാണിച്ചോട്, തിരിക്കി ഗൈസ്. സമയം 3:15. 3:15 ഗൈസ്. എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഇതാണ് ശരിക്കും ഞങ്ങളുടെ ഒരു നെയ്റ്റ് പറയുമ്പോ രാത്രിയിലുള്ള ലൈഫ് ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ ഒരു ഇതായത് കൊണ്ടാണ് ഞങ്ങൾക്ക് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഒന്നും നേരെ എടുക്കാൻ പറ്റാത്തതൊക്കെ. ഞങ്ങൾക്ക് കൂടുതൽ ടൈം രാത്രിയാണ് കൂടുതൽ. നമുക്ക് രാത്രി ടൈം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഗൈസ്. അതാണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റണത് രാവിലെയാണല്ലോ ഓരോരോ കാര്യങ്ങളല്ലേ. അതെ. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ ഞങ്ങളും പോയി കിടന്നുറങ്ങാം. ഫുഡ് ചിലപ്പോൾ കഴിക്കില്ലോ ചിലപ്പോൾ കഴിക്കും. കഴിക്കില്ല. കാരണം നമ്മള് ഇപ്പൊ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. പക്ഷെ ഇത്രയും ടൈം വരെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ ദഹിച്ചിട്ട് പിന്നെയും ഞങ്ങൾ ഏകദേശം നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി കഴിക്കുന്നത് പോലെയാണ് ഞങ്ങൾ ഈ ഒരു ടൈമിൽ കഴിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അതേപോലെ തന്നെയാണ് ചിങ്കിടും. അയ്യോ എന്തൊക്കെയോ മാറിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് എന്താണ് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഞങ്ങളും പോയി ഉറങ്ങണം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് അല്ലേ? ഗുഡ് മോർണിംഗ്. അത് അവർക്ക് ഗുഡ് മോർണിംഗ്, ഞങ്ങൾ ഗുഡ് നൈറ്റ്. ബൈ ഗൈസ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.